അവിടെ അങ്ങകലെ നിങ്ങൾക്ക് ഒരു മണിമാളിക കാണാനുണ്ടാവും. അതാണ് ഞങ്ങളുടെ പള്ളി. ഞാൻ ഇന്നാണിത് ശ്രദ്ധിക്കുന്നത്. ഇപ്പോൾ ഇലയൊക്കെ കൊഴിഞ്ഞതുകൊണ്ട് അത് കാണാൻ പറ്റുന്നുണ്ട്. ആ വീടിൻ്റെ മുകളിലായിട്ട് ആ പള്ളി സ്ഥിതി ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ അത്രയും വലിയ പള്ളിയാണ് വടക്കാഞ്ചേരി സെൻറ്റ് ഫ്രാൻസിസ് ഫൊറോന ചർച്ച്. ഇന്നാണ് ഞാനിത് ഇത്രയ്ക്കധികം ശ്രദ്ധിച്ചത്. എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. മണിമാളിക മാത്രമേ കാണുള്ളൂ. ബാക്കി മുന്നിൽ കാണുന്നതൊരു വീടാണ്. ആ വീടിൻ്റെ പിന്നിലായിട്ട് കാണാണ്ട മക്കളെ നിങ്ങൾക്ക് ഒരു മണിമാളിക. ഒരു തോട്ടത്തിൽ ആദ്യം വെച്ച ഒരു പപ്പാളി തൈ തനിയെ മുളച്ചത്. ഞങ്ങളത് പറിച്ച് നട്ടതാണ്. കണ്ട പപ്പാളി നിറയെ പിടിച്ചിട്ടുണ്ട്. നിറയെ പപ്പാളി പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കാണിക്കാനാണ് ഇന്ന് ഞാൻ വീഡിയോ എടുക്കാൻ വന്നത്. അപ്പോൾ ഇവിടുത്തെ ചെടികളൊക്കെ ഒന്ന് കാണിക്കാട്ടോ. അപ്പം ഉണ്ടായ പപ്പാളി ഇത് മുട്ട വാങ്ങുമ്പോൾ നമ്മളൊരു മാവ് അൽഫോൺസ മാവ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് മാവും തൈ ഒരു പ്ലാവും. ഇതാണ് റംബുട്ടാൻ. പ്ലാവ് പിന്നെ ഒരു പേര വെച്ചിട്ടുണ്ടായിരുന്നു. അത് മാത്രം പിടിച്ചില്ല. അത് ഉണങ്ങിപ്പോയി. 300 രൂപയുടെ ഒരു പേരയാണ്. പിന്നെ നമ്മുടെ ആലോവേരയുടെ ചെടിയിൽ കറ്റാർ വാഴ അത് നന്നായി പിടിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ കണ്ടത് ഞങ്ങൾ അറിഞ്ഞില്ലേ അതെന്താ ചെടിയെന്ന്. പുല്ലാന്ന് വിചാരിച്ച് പറിച്ച് കളഞ്ഞു. അപ്പോൾ മല്ലിയിലയുടെ മണം വന്നു. അപ്പോൾ നോക്കിയപ്പോൾ ഇത് മല്ലിയിൽ ആഫ്രിക്കൻ മല്ലിച്ചെടി. അപ്പോൾ അത് വളരാൻ വിട്ടു. ഇനി അതിന് വളർത്തി കൊണ്ടുവരണം. പിന്നെ ഇവിടെ കുറച്ച് പുതിന ഉണ്ട്, ഭംഗിച്ചെടി, പൂക്കളുണ്ട്. നല്ല പേര് പറയാനൊന്നും കിട്ടില്ല. പിന്നെ ഇഞ്ചിയുണ്ട്. നല്ല നിറയെ കുഴിച്ചിട്ടതാണ്. അതിൽ കുറച്ചൊക്കെ കിട്ടിയിട്ടുണ്ട്. അവിടെയും കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ കൃഷികൾ. ഇവിടെയും കുറച്ച് പൂക്കളുണ്ട്. കുറേ ഉണ്ടായിരുന്നു. ഇവിടെ പൂച്ച വന്ന് കളിച്ചിട്ടേ എല്ലാം മാന്തി കളഞ്ഞു. വേണ്ട ഇതാണ് നമ്മുടെ ഭംഗിച്ചെടി, പൂച്ചെടി. ഭംഗിച്ചെടി അല്ല, പൂച്ചെടി. എനിക്ക് പേരൊന്നും അറിയില്ല. നല്ല നല്ല പൂക്കളൊക്കെ ഉണ്ട് ഇവിടെ. ഇതൊരു വയലറ്റ് കളറിൽ, ഇതൊരു നല്ലൊരു കളർ. എന്തെന്നാ അത് പറയുക, പിങ്കാ. നല്ല കളറുള്ള ചെടികളുണ്ട് ഇവിടെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഒരു കൊച്ചു ഗാർഡൻ. കാണാണ്ട് നിങ്ങൾക്ക് ഗാർഡൻ.